ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് മൈൻക്രാഫ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഗൈസ് ഞാനൊരു ദിവസം ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ഫാം ഉണ്ടാക്കിയിരുന്നു, വില്ലേജർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വില്ലേജേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്, അതല്ലേ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് ഗൈസ് ഇവിടെ. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് ശരിക്കും, പക്ഷേ സൗണ്ട് വന്നിട്ട് നടന്ന പിന്നെ വില്ലേജർ ചത്തു ഗൈസ്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആളെ ഏത് കളിക്കാണ് ചത്തേ. ഇവിടെ നിന്ന് ഒച്ചയായിട്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ നമുക്കൊരു അയൺ ഫാം വേണം ഗൈസ്. നമ്മുടെ ഇപ്പൊ അയണില്ല, ഒട്ടയാണ് ഗൈസ്. ഞാനുള്ള പക്ഷെ പിക്കാക്സും അതുപോലെ ഒരു ആക്സൊക്കെ ഉണ്ടാക്കി, ആക്സില്ല സോഡ് അതൊക്കെ ഉണ്ടാക്കി ഗൈസ്. നമ്മുടെ ഇപ്പോൾ അയൺ ഫാം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഐസർ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു 5 ബെഡ് വേണം, അതുപോലെ തന്നെ കുറച്ച് കട്ട വേണം ഗൈസ്, കുറച്ച് ടെമ്പററി ബ്ലോക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ലാവ വെള്ളം വേണം ഗൈസ്. പിന്നെ വുഡാണ് ഞാൻ എടുക്കണം ബേസ് ആയിട്ട്, അല്ല കല്ലെടുക്കണം ഗൈസ്. വുഡ് എന്താ ആവശ്യം വരും. പിന്നെ അത്ര സാധനങ്ങൾ വേണം ഗൈസ്. അതെ ഗ്ലാസ് വേണം ഗൈസ്. ഗ്ലാസ് നല്ല സാൻഡ് ഉണ്ടാ, സാൻഡ് ഇവിടെയല്ലേ, കുറച്ച് സാൻഡ് വേണം ഗൈസ് ഗ്ലാസ് ഉണ്ടാക്കാനായിട്ട്. പൈസ ചൂടാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അതാവുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാൻ ഗൈസ്. പിന്നെ ഞാൻ സാധനം ഉണ്ടാക്കി ഗൈസ് കാണിച്ചു തരാം വെയിറ്റ്. ഇതൊക്കെ മുമ്പത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ സൗണ്ടിലുണ്ടായി ഗൈസ്. നമ്മളൊരു പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ് മുമ്പത്തെ വീഡിയോയിൽ. അത് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഫാം ഉണ്ടാക്കിയിട്ട് ഗൈസ്. ഇവിടെ നിന്നാണ് ഗൈസ് നമ്മൾ ആ എന്നിട്ട് ആ ബെഡിനാവശ്യമുള്ള ബോർഡ് എടുത്ത് അവിടെ നോക്കുമ്പോൾ ഒരു ജാതി വെച്ചാണ് ഗൈസ്. അവിടെ നിന്നാണ് ഗൈസ്. അവർക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഗൈസ് ബോർഡ്. അതുപോലെ പശുവിൻ്റെ ഫാം ഉണ്ടാക്കി ഗൈസ്, ഫുഡിന് വേണ്ടി. പശുവിൻ്റെ എണ്ണം കുറവാണ് ഗൈസ്, കുറച്ച് കൊന്ന് എണ്ണം കുറഞ്ഞതിൻ്റെ. പിന്നെ എൻ്റെ ചുറ്റും പൂച്ചേനെ വെച്ചു ഗൈസ്. ഒരു വട്ടം ഇവിടെ ഒന്ന് ക്രീപ്പർ പൊട്ടിത്തെറിച്ചുള്ള ക്രീപ്പർ പൊട്ടിച്ചത് ഫുള്ള് നശിച്ചു ഗൈസ്. ഈ വീടിൻ്റെ പകുതി പോയി, പകുതിയല്ല അങ്ങനെ വെച്ചാൽ ഇവിടെ ഈ ഡോറൊക്കെ പോയി ഗൈസ്. ഒന്നുകൂടെ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അങ്ങനെ ഗൈസ് ഞാൻ പൂച്ചേനെ വെച്ചു ഇവിടെ. അതിൽ പൂച്ചൊന്നും ഉണ്ടായില്ല. ഇപ്പം ഉണ്ടാക്കി തുടങ്ങാം ഗൈസ്. അതിന് സമയം കളയണല്ലേ. ഇവിടെ ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ബെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ബോൾ വെച്ചിട്ട് കരിക്ക് ബെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. 5 ബെഡ് വേണം കേസ്. 5 ബെഡ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ വൈറ്റാണ് കേസ് ഞാൻ ഉണ്ടാക്കിയത്. വേറെ കളർ ഉണ്ടാക്കാനൊന്നുമില്ല കേസ്. അല്ലെങ്കിൽ വില്ലേജസിന് ഇഷ്ടമായിരുന്നെങ്കിലും. പിന്നെ കേസ് ഞാൻ ആ പോർട്ടലിൻ്റെ കാര്യം പറഞ്ഞില്ല, മുമ്പത്തെ വീട് ഇട്ടുണ്ടായിരുന്നു കേസ്. ഞാനത് അവിടെ കയറിയിട്ട് ഇവിടെ ഞാൻ ഫോണാണ് തിരിച്ച്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ പോർട്ടൽ ഞാൻ പൊട്ടിച്ച് നോക്കി. പിന്നെ അവിടെ തന്നെ വേറെ പോർട്ടൽ ഉണ്ടായതാണ് കേസ്. അത് എന്താണെന്ന് അറിയണം, ഒരു കമൻറ്റ് ചെയ്യുക കേസ്. അത് എനിക്ക് ഫിക്സ് ചെയ്യണമെന്നുണ്ട്. കാരണം നമ്മളല്ലാതെ വേറെ ഒരു സ്ഥലത്ത് ഫോണാണ് പറഞ്ഞത്. ഇവിടെ എല്ലാവരും ഇതായിരിക്കും കേസ്, സോംബിയും ക്രീപ്പർ ആ സാധനങ്ങളൊക്കെ. മിക്കവാറും പോർട്ടലിൽ വരുമ്പോൾ ഞാൻ മിക്കവാറും ചാവും കേസ്. മിക്ക ദിവസം ചാവും. 5 ബെഡ് വെച്ചിട്ടുണ്ട് കേസ്. ഇങ്ങനെ ചുറ്റിനൊക്കെ അടിയിൽ വെള്ളം വെച്ചേക്കാം. ഇനി നമ്മൾ വീഴാണെങ്കിൽ ഡാമേജ് ആക്കണ്ട കേസ്. ഓക്കെ, ഒരു 2 കട്ടാക്കിയിട്ട് സ്ലാബ് വെക്കണം കേസ്. നമുക്ക് 8 സ്ലാബ് വേണ്ട കേസ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയെടുക്കണോ എന്താണ് ഇത്ര സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്ലാബ് വെച്ചിട്ടുണ്ട് കേസ്. ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു നടുഭാഗത്തായിട്ട് കേസ് ഇങ്ങനൊരു റൂം ഉണ്ടാക്കിയെടുക്കണം കേസ്. ഇവിടെ നമുക്ക് ഇതിനുള്ളിൽ സോംബീന് ഇടണം കേസ്. അങ്ങനത്തെ ഒരു ചെറിയ സീൻ ഉണ്ട് ഇതിൽ. കുറച്ച് ഒരു സോംബി മതി കേസ്. നമുക്ക് അതിന് തന്നെ നെതറിയ പോകണം നൈസായിട്ടൊന്ന്. താഴത്തേക്ക് ഇറങ്ങാനുണ്ട്. സൈഡിലൊക്കെ ഇവിടെ എന്നിട്ട് എൻ്റെ റൂമിൽ എല്ലാവരും കയറിയിരിക്കണേ. ഞാൻ റൂമിന്റെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അയ്യോ ഓടിക്കോ. ഞാൻ ഗോൾഡിന്റെ ആർമർ ഇട്ടില്ല കേസ്. എന്റെ ഗോൾഡിന്റെ ആർമറൊക്കെ ഇവിടെ. ഞാൻ അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല. എല്ലാ ആർമറും ഇവിടെ കേസ് വെച്ചോണേ. ഒന്നും അങ്ങോട്ട് കൊണ്ടുപോയില്ല. ഇവിടെ അവിടെ വീടുണ്ട് കേസ്. ഇവിടെ എവിടെയായിട്ട് ഞാൻ കേസ് അവിടെ വീട്. അവിടെയായിട്ട് കുറച്ച് സോഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ നൈസ്, ഇവിടെ സോഴ്സ് തന്നെ ഉണ്ട്. അയ്യോ എൻ്റർമാൻ കഴിച്ചാൽ എൻ്റെ കണ്ണി നോക്കാൻ നിൽക്കണല്ലേ. സിങ്ങിനാണ് കൈസ് അതിന് സാധനം വെക്കണ്ടേ. ഇനി വെള്ളം വയ്ക്കണം കൈസീര്. നമ്മൾ വെള്ളം എടുത്തില്ല. അയ്യോ
ഓക്കെ സി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ സോമ്പിൽ ഇടണം കേസ്. നമുക്ക് ഇവിടെയാണ് സോമ്പിൽ ഇടണേ. സോമ്പി ചാടി ചാടി നിൽക്കും കേസ്. ക്ലാസ് ആയതുകൊണ്ടാണതാണ് കേസ്. നമ്മളിപ്പോൾ നെതറിലൊക്കെ പോയി വന്നില്ല. കുറെ സമയമായി കേസ്. 34 കേസ്. നമുക്ക് തൽക്കാലിക്കത് മതിയാവായിരിക്കും. നമുക്കത് വെച്ചിട്ട് വരാം കേസ്. രാത്രി ആവാറായി, വേഗം പോയി വെക്കാം. അപ്പേക്ക് അടുത്തത് ആവായിരിക്കും കേസ്. കേസ് ഇനി ഇതിന്റെ മേലെ കവർ ചെയ്യണം. 34 പ്ലാങ്ക് ഉള്ളോ കേസ്. അത് മതിയാവും. എനിക്ക് അറിഞ്ഞൂടാ. സോമീനെ പിടിക്കണം കേസ്. അതാണ് അത്ര കഷ്ടപ്പാട്. സ്കെൽട്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ സോമി ഉണ്ട് കേസ്. അവിടെ ഒരു സോമി ഉണ്ട് കേസ്. നമുക്ക് വരണം വെച്ച് കൃത്യം വേണം തന്നെ ഉണ്ട് അവിടെ. ട്രാക്ക് ഡോർ വെച്ചിട്ടുണ്ട് കേസ്. ഇനി നമുക്ക് അയ്യോ രാവിലെ ആണോ കേസ്. നമുക്ക് തന്നെ ആദ്യം തന്നെ സ്റ്റെയർ ഉണ്ടാക്കണം സോംബീസ് മേലെ കയറി വരാനായിട്ട്. നമ്മൾ കുറച്ച് ഡേറ്റ് എടുത്തിട്ടുണ്ടേ. നമുക്ക് ഡേറ്റ് വെച്ച് അധികം ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം അതിന് തന്നെ വില്ലേജർ കൊണ്ടിടാം കേസ്. ഇനി രാത്രി കുറച്ച് സമയം ഉണ്ട് കേസ്. നമുക്ക് കുറച്ച് റെയിൽ ഉണ്ടാകും കേസ്. നമ്മുടെ അത് വെച്ച് തൽക്കാലത്ത് വില്ലേജർ കൊണ്ടിടാം. ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയില്ലേ സോമ്പിനെ കൊണ്ടുവരണല്ലോ. അതായത് അവിടെ പിന്നെ 2 സോമ്പി ഉണ്ട് കേസ്. ഇപ്പോൾ ഇവർക്കിപ്പോൾ ഈ സാധനം ഇട്ട് കൊടുക്കണം. അവരെടുക്കണവർ വേണം കേസ്. നമുക്ക് ലൈഫില് ഇതാരും എടുക്കാത്ത ഐസ് എടുക്കണ സോമ്പി വേണം കേസ് നമുക്ക്. അല്ലെങ്കിൽ അവർ ഡിസ്പോൺ ആയി പോകും കേസ്. അവരെടുക്കണില്ല കേസ്. ഇത് പക്ഷേ ക്യാപ്പ് എടുക്കും. നമ്മളിപ്പോ ഒന്ന് കുറെ നോക്കി കേസ്. നമ്മളിപ്പോ ഒരു സെക്കൻഡ് മേലെ കിട്ടി സോമിയുടെ ഇത്. എന്നിട്ട് സോമി ഒന്നും എടുത്തില്ലേ. നമ്മൾ കുറെ കൊടുത്തു. നമ്മുടെ ചെസ്റ്റ് നമ്മുടെ മേത്തുണ്ടാവും കേസ്. നമ്മൾ കുറെ കൊടുത്തു. അന്ന് ഒന്നും എടുത്തില്ലേ ക്രീപ്പർ. ഒന്നും എടുത്തില്ലേ സോംബി. അപ്പൊ നമ്മൾ വേറെ റെഡി ചെയ്യാന്ന് വെച്ച് അത് നമുക്ക് ചെറുതായിട്ടൊരു ബോട്ട് വേണം. ബോട്ടിൽ നിർത്തിയിട്ട് സോംബി ഡിസ്പോണായി പോവില്ലേ കേസ്. അത് നമുക്ക് തെക്കാതിക്ക് ബോട്ടിൽ നിർത്താം. നമ്മളൊരു ബോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ആ ഡിസൈൻ ചെറുതായിട്ടൊന്ന് മാറ്റണം. നമുക്ക് ഇതൊന്ന് മാറ്റണം കേസ്. ഇത് മാറ്റണം. ഈ ഡിസൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കാൻ കേസ്. നമുക്ക് സോൾച്ചാൻ്റെ ആവശ്യമില്ല കേസ് ഇവിടെ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കുഴി എടുക്കാൻ കേസ്. നമുക്ക് ചെന്നൊരു കുഴി എടുത്തിട്ടുണ്ട്. ഇനിയുള്ള വെള്ളം പിന്നെ സോമി കടക്കില്ലല്ല ഇല്ലായിരിക്കും കേസ്. നമുക്ക് ഇനി വെള്ളം ഒഴിക്കണം കേസ്. ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേസ്. ഇനി നമുക്ക് ഇവിടെ ബോട്ട് ഇടണം. ഇനി കവർ ചെയ്യാം കേസ്. നമുക്ക് ഇനി കേസ് ഈ ബോട്ട് ഇനി ബോട്ടിനുള്ളിൽ ഒരാളെ കൊണ്ടിരുത്തണം കേസ്. അത് വലിയ കഷ്ടപ്പാടില്ല കേസ്. രാത്രി നമുക്ക് കൊണ്ടിരുത്താം. രാത്രിയാണോ കേസ്. രാത്രിയായിട്ട് ഒരാളെ കൊണ്ടിരുത്തണം കേസ്. എനിക്ക് അങ്ങനെ രാത്രി ആയതിൻ്റെ സോംബീസിനൊന്നും കാണാനില്ല. രാത്രി ആയതുകൊണ്ട് ഒരു സോമ്പിനും കാണാനില്ല. ടീച്ചറിന്റെ ഫുഡിന്റെ കുറവുണ്ട്. അങ്ങനെ സോമിയെ കാണണ്ട കേസ്. എവിടെ കയറണം. ഇവിടെ ഫുൾ ക്രീപ്പറാണ് കേസ്. ഒരെണ്ണം 2 കിട്ടോ കേസ്. 2 സോമിയുണ്ട് കേസ്. ക്രീപ്പർ ഉണ്ടാ കേസ്. വായു കുറേ അല്ല 4 കേസ്. ഇപ്പോൾ കയറിയില്ല കേസ്. ആള് ആയത് ഒരുത്തം കയറി വരുന്നുണ്ട് കേസ്. ഒരാൾ മതി കേസ്. നമുക്ക് പോയിടും. ഒരാൾ വീണുണ്ട് കേസ്. ഇനി ആൾ ബോട്ടിൽ കയറി ഇരുന്നോളും കേസ്. വേഗം വെക്കാൻ ഉറങ്ങാൻ കേസ്. നല്ല രാത്രി കേസ്. നമ്മുടെ ലൈഫ് മിക്കതില്ല കേസ്. നല്ല നോക്കിയേ എങ്ങനെ പ്ലെയിനൊക്കെ ഇട്ടായിരുന്നു കേസ്. ഞാൻ ആ ക്രീപ്പറൊന്ന് പൊട്ടിച്ചൊരു ജാതി കേസ്. അതെ കേസ്. രാവിലെ ഉണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേസ്. നമ്മുടെ സോംബിയോടെ വന്നല്ലോ. ഇനി നമുക്ക് കുറച്ച് വില്ലേജേഴ്സ് വേണം. 2 ബെഡ് എടുത്തിട്ടുണ്ട്. ബെഡല്ല ബ്രെഡ് എടുത്തിട്ടുണ്ട് കേസ്. ഞാൻ ഇവിടുത്തെ ആ വില്ലേജേഴ്സ് കൊടുക്കാൻ കേസ്.
അങ്ങനെ നമ്മൾ 42 കൊടുത്തിട്ടുണ്ട് ഗൈസ്, അവരെടുത്തുണ്ട്. വെയിറ്റ് ചെയ്യാൻ ഗൈസ്, അവിടെ ഉണ്ട് സ്പ്രീഡ് ആണെന്ന് തോന്നുന്നു. ഗൈസ് ആൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നും വേണം ഗൈസ് ബ്രെഡ്, നമുക്ക് 5 പേര് വേണം അല്ലേ? അല്ല ഗൈസ് 5 വില്ലേജർ ആയി ഓൾറെഡി, പിന്നെ വില്ലേജിന്റെ ആവശ്യമില്ല ഗൈസ്. പിന്നെ മെയിൻ ഭാഗം വേഗം പണി തീർക്കുക, അല്ലെങ്കിൽ ഇപ്പൊ അയം പോലെ സ്പോൺ ആയി തുടങ്ങും ഗൈസ്. നമ്മൾ 3 സൈൻ മോഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ 3 മതി ഗൈസ് നമുക്ക്. നമ്മുടെ അയങ്കോല അവിടെയാണ് ഗൈസ് സ്പോൺ ആയത്, എന്താന്ന് പറഞ്ഞൂടാ. നോക്കാം ഗൈസ്, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കാം. ഇങ്ങനെ സൈൻ ബോർഡ് വയ്ക്കണം ഗൈസ്, എന്നിട്ട് നമുക്ക് ലാഭ വയ്ക്കണം അവിടെ. ഇങ്ങനെ വയ്ക്കണം ഗൈസ്, അപ്പോൾ ലാഭ അവിടെ സ്റ്റെക്കായി നിൽക്കും. അങ്ങനെ വരുന്നുണ്ട്. അല്ലേ നമുക്ക് ഹോപ്പർ വേണം ഗൈസ്, ഹോപ്പർ ജസ്റ്റ് വേണം. നമ്മൾ കളക്ടിങ് ഏരിയ ഉണ്ടാക്കിയില്ല. പിന്നെ നമ്മളിവിടെ അത്യാവശ്യം നിരപ്പാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊരു നിരപ്പാക്കണം. ഇവിടെ ഫുള്ള് ക്രീപ്പർ പൊട്ടിച്ച് കോളാക്കിയില്ല ഗൈസ്, ഇത് നിരപ്പാക്കി എടുക്കണം. അവല്ല സോംബി ഹവല്ല സയൻ ഫാം നിരപ്പാക്കണം എന്നുണ്ട് കേസ്, നോക്കട്ടെ. നമ്മളിപ്പോ അത്യാവശ്യമൊക്കെ നിരപ്പാക്കി എടുത്തിട്ടുണ്ട് കേസ്, ഇത്രയൊക്കെ നിരപ്പാക്കുള്ളൂ. ഇവിടെ കുറച്ചുകൂടി ഉണ്ട്, ഇതിന് കടയിൽ എന്റെ മറ്റേ സാധനം പൊട്ടിപ്പോയി കേസ്. ഞാൻ മറ്റേ സാധനം ഉണ്ടാക്കിണ്ടായിരുന്നു, അതിന്റെ പേര് എന്നിട്ട് ആ മണ്ണ് വയ്ക്കുന്ന സാധനം ഉണ്ടല്ലേ, അത് ഉണ്ടാക്കിണ്ടായിരുന്നു. 3-4 ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഫുള്ള് പൊട്ടിപ്പോയി. ഇവിടെ നിന്ന് തന്നെ ഇപ്പൊ സ്റ്റോണായിട്ടില്ലേ കേസ്, അവിടെ സ്റ്റെക്കായി നിൽക്കാണ്. പക്ഷേ ഇത് വെച്ചു ആഴ്ചാള് കത്തുണ്ട്. ഇനി കത്തിക്കോളും കേസാള്. നമ്മൾ കുറച്ച് ലേഡർ എടുത്തിട്ടുണ്ട് കേസ്. നമ്മള് മറ്റേ അയൻ കളക്റ്റിയുള്ള സാധനം ഉണ്ടാക്കിയില്ലേ, കുറച്ച് ലേഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം തന്നെ 46 കിട്ടി കേസ്, ഇത്ര പെട്ടെന്ന് 46 കിട്ടി. നന്നായി വർക്കാവുണ്ട് കേസ്. ഇത് നമ്മളിപ്പോ ചെയ്തു, അതൊക്കെ മതി തലക്കതിലായിട്ട് മതി. നമുക്ക് പിന്നെ മാറ്റാം, അത് എപ്പോഴെങ്കിലും മാറ്റാം അത്. അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ അയൺ ഫാം തന്നെ കേസ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര ഉള്ള കേസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ കാണാം. അതൊരു ബൈ കേസ്.